വെൽക്കം ടു ബിടെക് മെഡിസി. നമ്മൾ ഇന്നിവിടെ മെൻസിനുള്ള ഇലക്ട്രിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന പേപ്പറിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ ഈ പേപ്പറിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ട്രാൻസ്ഫോമേഴ്സ് നമ്മളെല്ലാവരും നമ്മളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ഈ റോഡിൻ്റെ സൈഡുകളിൽ ട്രാൻസ്ഫോമറുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എത്ര പേർക്കറിയാം എന്താണ് ഒരു ട്രാൻസ്ഫോമർ, എന്താണ് അതിനകത്ത് നടക്കുന്ന വർക്കിംഗ് എന്നൊക്കെ? അല്ല, അപ്പം നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് എന്താണെന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ കമ്പോണൻസ് ഓഫ് എ പവർ സിസ്റ്റം. നമ്മളുടെ പവർ സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ മേജർ കമ്പോണൻറ്റ് in power system. So it is used for stepping up or stepping down of voltages. നമ്മുടെ വോൾട്ടേജിനെ ഒന്നെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടാൻ, അതല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ, കുറയ്ക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. ഇതിന് മൂവിങ് പാർട്സ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്റ്റാറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി മൂവിങ് കമ്പോണൻസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ AC power, not DC. It is used to transfer AC power from one circuit to another circuit, from one circuit to another. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു സർക്യൂട്ടിൽ നിന്ന് അടുത്ത സർക്യൂട്ടിലേക്ക് AC പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡൺ ബൈ മാഗ്നറ്റിക്കലി. That means it is used to transfer AC power from one circuit to another magnetically without any change in frequency. Without any change in frequency. ഫ്രീക്വൻസിക്ക് വ്യത്യാസമൊന്നും വരാതെ ഒരു സർക്യൂട്ടുള്ള AC പവറിനെ വേറൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് നമ്മൾ ട്രാൻസ്ഫോമർ എന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് either for stepping up or stepping down, stepping up or stepping down of voltages. വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നതാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ ട്രാൻസ്ഫോമർ. ഇപ്പോൾ ബേസിക്കലി നമ്മുടെ ട്രാൻസ്ഫോമറിന് എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ ഫസ്റ്റ് ലെഗ്, ഈ ലെഗിൽ നമ്മൾ ഒരു കോയിൽ വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കോയിലിനെയാണ് നമ്മൾ കോയിൽ എ എന്ന് പറയുന്നത്. ഈ ലെഗിൽ ഇങ്ങനെ വൗണ്ട് ചെയ്തിരിക്കുന്ന കോയിലിനകത്തുകൂടി പാസ് ചെയ്യുന്ന കറണ്ട്, ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V1. ആ വോൾട്ടേജ് V1 കൊണ്ടുണ്ടാകുന്ന കറണ്ടാണ് I1. ഈ I1 എന്ന് പറയുന്ന നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് പാസ് ചെയ്യുന്ന കോയിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ പ്രൈമറി വൈൻഡിങ്. അപ്പോൾ ഇതൊരു അയൺ കോറാണ്. അയൺ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കോറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കോറിൻ്റെ ഒരു ലെഗിൽ അല്ലെങ്കിൽ ഒരു ലിംബിൽ നമ്മൾ വോൾട്ടേജ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ആ വോൾട്ടേജ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് I1. ഈ കറണ്ട് എന്ന് പറയുന്നത് ഈ കോയിലിനകത്തൂടി പാസ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴാണോ ഈ കറണ്ട് ഈ കോയിലിനകത്തൂടി പാസ് ചെയ്യുന്നത്, അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഫൈ പ്രൊഡ്യൂസ് ആവും. When an alternating voltage V1 is applied to the primary winding of a transformer, then an alternating current I1 flows through this primary winding, which produces an alternating flux phi in this iron core. This flux links with both the windings, primary and secondary. This winding is called as secondary winding, and
Those winding that is connected to this load is called as secondary winding. ഏത് വൈൻഡിങ് ആണോ ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സെക്കൻഡറി വൈൻഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളുടെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് എന്തിനെയൊക്കെ ലിങ്ക് ചെയ്യും? രണ്ട് വൈൻഡിങ്സിനെയും ലിങ്ക് ചെയ്യും. ദിസ് ഫ്ലക്സ് ലിങ്ക്സ് വിത്ത് ബോത്ത് ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ദ ഫ്ലക്സ് ഇൻഡ്യൂസസ് an EMF in the primary winding as well as in the secondary winding. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ആണ്. ഈ ഫൈ പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ E1. സെക്കൻഡറി വൈൻഡിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ നമ്മൾ E2 എന്നും വിളിക്കുന്നു. Then according to Lenz's law, this induced EMF E1 and E2 acts in opposite direction of the applied voltage. അപ്പോൾ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി അപ്ലൈഡ് വോൾട്ടേജ്. അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് വിത്ത് എ ലോഡ്, ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ലോഡുമായിട്ട് കണക്ട് ചെയ്തത് ക്ലോസ്ഡ് ലൂപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഔട്ട്പുട്ട് കറണ്ട് I2, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് കറണ്ട് I2 എന്ന് പറയുന്നത് ലോഡിനകത്തൂടി ഫ്ലോ ചെയ്യും. അപ്പം ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ഏത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് വർക്ക്സ് അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇറ്റ് വർക്ക്സ് അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞപ്പോൾ V1 എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ V1 എന്ന് പറയുന്ന വോൾട്ടേജ് കൊണ്ട് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് I1 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. I1 എന്ന് പറയുന്ന കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈ കോറിനകത്തൂടി പാസ് ചെയ്യും. കോർ മീൻസ് ഈ I1 എന്ന് പറയുന്ന കറണ്ട് പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്ന കോയിൽ, പ്രൈമറി വൈൻഡിങ് കോയിൽ എയിനകത്തൂടി പാസ് ചെയ്യുന്നു. ഈ കോയിൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ അയൺ കോറിൻ്റെ ഒരു ലിമ്പിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് I1 ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതേ അയൺ കോറ് തന്നെയാണ് മറ്റൊരു ലിമ്പിലാണ് നമ്മൾ സെക്കൻഡറി വൈൻഡിങ്, അതായത് ലോഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വൈൻഡിങ് അല്ലെങ്കിൽ കോയിൽ B കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഈ രണ്ട് കോയിലിനെയും ലിങ്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള ലിങ്കിങ് അതിനാണ് മ്യൂച്വൽ ലിങ്കിങ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് ഇവിടെ നമ്മൾ രണ്ട് EMF E1ഉം E2ഉം ഉണ്ടാകുന്നത്. അപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് നമുക്കിവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ആക്ട്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി അപ്ലൈഡ് വോൾട്ടേജ് അക്കോർഡിംഗ് ടു ലെൻസസ് ലോ. അപ്പം ഇതാണ് നമ്മളുടെ ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചർ. പിന്നെ ഇതിനകത്തൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടുള്ളത് എന്താണ് N1 എന്താണ് N2 എന്നുള്ളതാണ്. പണ്ട് നിങ്ങൾ +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ N1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി വൈൻഡിങ് and N2 equal to number of turns in secondary winding. Then next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്താണെന്നാണ്. എന്താണ് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ? ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഐഡിയൽ ആണ്, നോർമലി നമുക്കുള്ള ട്രാൻസ്ഫോമർ അല്ല. എന്താണ് നമ്മളുടെ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ട്രാൻസ്ഫോമർ ഐഡിയൽ ട്രാൻസ്ഫോമർ തമ്മിലുള്ള വ്യത്യാസം എന്നറിയാം. അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമറിന് താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെയുള്ള നമ്മളുടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സിൽ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാകത്തില്ല. പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ഹാവ് നോ റെസിസ്റ്റൻസ്. അതൊരിക്കലും പോസിബിൾ അല്ല. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വൈൻഡിങ്സിൽ ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് വൺ,
all the flux produced by the primary winding links with the secondary winding. നമ്മളുടെ പ്രൈമറി വൈൻഡിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് അത്രയും ഈക്വൽ പാർട്ട് തന്നെ സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യുന്നത് അതൊരിക്കലും പോസിബിൾ അല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ഫിഗറിനകത്ത് പറയുന്നുണ്ട്, ഇവിടുത്തെ പ്രൈമറി വൈൻഡിങ്ങിൽ ഫ്ലക്സ് കൊണ്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഈ അയൺ കോറിനകത്തൂടി ഈ ഫ്ലക്സ് ലിങ്ക് ചെയ്ത് ഇപ്പുറത്ത് എത്തുമ്പോഴത്തേക്കിനും സെക്കൻഡറി വൈൻഡിങ്ങിൽ എത്തുമ്പോഴത്തേക്കിനും ഒരു കുറച്ച് പോർഷൻ ഓഫ് ദിസ് ഫ്ലക്സ് എന്ന് പറയുന്നത് ലീക്കായി പോകുന്നുണ്ട്. അതിനെ നമ്മൾ ലീക്കേജ് ഫ്ലക്സ് എന്ന് വിളിക്കും. Then the third one, there will be no iron loss. നമ്മളിവിടെ കോർ അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അയൺ കൊണ്ടുണ്ടാകുമ്പോൾ അതിനകത്ത് ഹീറ്റിംഗ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് ലോസ് ഉണ്ടാവാറുണ്ട്. അതിപ്പം ഐഡിയൽ കേസിലാണെന്നുണ്ടെങ്കിൽ there will be no iron loss എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് 100%. അങ്ങനെ ഒരിക്കലും 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് നമുക്ക് ഉണ്ടാവില്ല. ഐഡിയൽ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 100% ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ there will be no iron loss എന്നാണ് ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പറയുന്നത്. അപ്പം ഇത്രയാണ് ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഫേസർ ഡയഗ്രാം നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ഒരു സിമ്പിൾ ഫേസർ ഡയഗ്രാമാണ്. അവിടെ നമ്മൾ എങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യുവാണ്. ഐഡിയൽ ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് ഇതിൻ്റെ സെക്കൻഡറി എന്ന് പറയുന്നത്, സെക്കൻഡറി സൈഡ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ടഡ് ആണ്, അതായത് ഓപ്പൺ ആക്കിയിട്ടേക്കുക. സെക്കൻഡറി സൈഡ് ഓപ്പൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇതിൻ്റെ പ്രൈമറിയിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സ്മോൾ മാഗ്നറ്റൈസിങ് കറണ്ട്, സ്മോൾ മാഗ്നറ്റൈസിങ് കറണ്ട് I0 പ്രൈമറി വൈൻഡിങ്ങിനകത്തോടി പാസ് ചെയ്യും. ആ കറണ്ട് I0 എന്ന് പറയുന്നത് ഇറ്റ് ലാഗ്സ് ബിഹൈൻഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് ബൈ V1 by 90 degree. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് I0 എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് phi പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ആൻഡ് ഇൻ ഫേസ് വിത്ത് ദിസ് I0. The alternating flux then phi links with both this primary winding and secondary winding. It induces an EMF E1 in the primary, and E2 in secondary. And by Lenz's law, this primary EMF E1 is equal to, but it is in opposition to this applied voltage V1. Magnitude equal ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫേസർ ഡയഗ്രാം നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഫേസർ ഡയഗ്രാം എങ്ങനെ വരും? ആദ്യം നമ്മളൊരു വോൾട്ടേജ്, സപ്പോസ് ഇവിടെയാണ് നമ്മളുടെ വോൾട്ടേജ്, നമ്മൾ V1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ I0 എന്ന് പറയുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ V1, ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ V1. അപ്പോൾ വോൾട്ടേജിൻ്റെ അത്രയും മാഗ്നിറ്റ്യൂഡ് നമ്മൾ കറണ്ടിൽ കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ I0 എന്ന് കൊടുക്കാം. I0 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ മാഗ്നറ്റൈസിങ് കറണ്ട്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെറുതായിട്ട് വരച്ചാൽ മതി. അപ്പോൾ പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫ്ലക്സ് phi എന്ന് പറയുന്നത് ഈ കറണ്ട് I0യുടെ അതേ ഡിറക്ഷനിലായിരിക്കും. അപ്പോൾ ഫ്ലക്സ് phi. അപ്പം അപ്ലൈഡ് വോൾട്ടേജ് V1, I0 which is a small magnetizing current which is lags behind the voltage by an angle of 90 degree. അപ്പം ഇനി നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? ഈ phi എന്ന് പറയുന്ന ഫ്ലക്സ് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന EMF, രണ്ട് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. E1 എന്ന് പറയുന്നത് പ്രൈമറിയിലും E2 എന്ന് പറയുന്നത് സെക്കൻഡറിയിലും. അപ്പം ഈ വോൾട്ടേജിന് അതേ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കുന്നു? E1
വരയ്ക്കുന്നു. E1 വരച്ചു. അപ്പോൾ വോൾട്ടേജിന് നേരെ ഓപ്പോസിറ്റ് ആണേ. V1 എന്ന് പറയുന്ന അപ്ലൈഡ് വോൾട്ടേജിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, പക്ഷെ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അതാണ് E1 എന്ന് പറയുന്നത്. വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഉണ്ടാവുന്ന E1ഉം E2ഉം എന്ന് പറയുന്നത് ആർ ഓൾവേസ് ഇൻ ഫേസിലായിരിക്കും E1ഉം E2ഉം. അപ്പം നമ്മളിവിടെ ഫ്ലക്സിനെ റെഫറൻസ് ആയിട്ട് എടുത്താണ് വരയ്ക്കുന്നത്. ഈ ഫ്ലക്സിനെ റെഫറൻസ് ആയിട്ട് എടുത്ത് വരയ്ക്കുക എന്ന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമൺ ടു ബോത്ത് ദ വൈൻഡിങ്സ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. ആൻഡ് E1 ഈസ് ഈക്വൽ ടു V1 ബട്ട് ഇറ്റ് ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. V1 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടായിരിക്കും E1 ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പിന്നെ നമുക്ക് E2, ഇവിടെ നമുക്ക് ഐഡിയൽ കേസിൽ E1ൻ്റെയും E2ൻ്റെയും വാല്യൂ സെയിം ആയിരിക്കും ഫോർ ഐഡിയൽ കേസ്. കാരണം എന്ന് പറഞ്ഞാൽ ഓൾ ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്രൈമറി വൈൻഡിങ് ലിങ്ക്സ് വിത്ത് ദ സെക്കൻഡറി വൈൻഡിങ് ആണ് ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ E1 എന്ന് പറയുന്നത് E2ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ E2 ഈക്വൽ ടു V2 എന്ന് ഇവിടെ എഴുതാം. അപ്പം ഇതാണ് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിലുള്ള ഫേസർ ഡയഗ്രാം. ഇനി നമുക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പഠിക്കാം. വാട്ട് ഈസ് ദി EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ? ഇത് എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ? അപ്പോൾ അതെങ്ങനെയാണ് EMF ഇക്വേഷൻ, ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സിനുസോയ്ഡൽ വോൾട്ടേജ് പ്രൈമറി വൈൻഡിങ്ങിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്ലക്സ് രണ്ട് വൈൻഡിങ്ങിനെയും പ്രൈമറിനെയും സെക്കൻഡറിനെയും ലിങ്ക് ചെയ്യും. അങ്ങനെ ആ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റീവ് ഫ്ലക്സ് കൊണ്ട് പ്രൈമറിയിൽ ഉണ്ടാകുന്ന EMFനെ E1 എന്നും സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന EMFനെ E2 എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ EMF ഇക്വേഷൻ നോക്കുന്നത്? വെൻ സിനുസോയിഡൽ voltage is applied across the primary winding, then it produces an EMF which is represented by E equal to N into d phi by dt, where n equal to number of turns and d phi by dt equal to rate of change of flux. Hence this induced EMF in the primary winding, പ്രൈമറി വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ നമുക്ക് E1 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ E1 equal to N1 is the number of turns in the primary winding into d phi by dt. നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ നമ്മളൊരു സിനുസോയ്ഡൽ വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഫൈ എന്ന് പറയുന്നതിന് നമുക്ക് എന്തെഴുതാം? ഫൈ എം സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഡി ഫൈ ബൈ ഡി ടി എന്തായിരിക്കും? ഫൈ എം കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ എടുത്താൽ ഒമേഗയാവും. ദാറ്റ് ഇസ് ഒമേഗ ഫൈ എം കോസ് ഒമേഗ ടി. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്ത് വരും? N1 ഇൻറ്റു ഒമേഗ ഫൈ എം കോസ് ഒമേഗ ടി. അതാണ് എന്തിൻ്റെ ഇക്വേഷൻ? E1ൻ്റെ ഇക്വേഷൻ. അതായത് ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ദിസ് മീൻസ് ദാറ്റ് ദിസ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇസ് എ സിനുസോയ്ഡൽ വേവ് വിത്ത് എ പീക്ക് വാല്യൂ ഓഫ് n ഇൻറ്റു ഒമേഗ ഫൈ എം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ RMS വാല്യൂ ഓഫ് ദിസ് വോൾട്ടേജ്, ഇതിൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? E1 ഈക്വൽ ടു പീക്ക് വാല്യൂ ബൈ √2, അതായത് ഒമേഗ ഫൈ എം N1 ഡിവൈഡഡ് ബൈ √2. അപ്പം നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് 2πf ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 2πf N1
φm/√2 എന്ന് കിട്ടും. അതായത് 2π × f എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. അത് നമ്മൾ ഇവിടെ പറയുന്നില്ല, പകരം 2π എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 4.44 FN1 φm എന്ന് വരും. ഇതാണ് പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഇക്വേഷൻ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ A. സിമിലർലി E2 എന്തായിട്ട് മാറും? 4.44 FN2 φm. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ EMF ഇക്വേഷൻ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ 2π മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും 4.44 കിട്ടത്തില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വേവ് എന്ന് പറഞ്ഞാൽ സിനുസോഡൽ വോൾട്ടേജ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ സിനുസോഡൽ വോൾട്ടേജിന്റെ സൈൻ വേവിന്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1.11 ആണ്. ഈ 1.11 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 4.44 വരുന്നത്. അപ്പോൾ 4.44 FN1 φm എന്ന് പറയുന്നതാണ് എന്ത്? നമ്മളുടെ ജനറൽ ആയിട്ടുള്ള ട്രാൻസ്ഫോമറിന്റെ EMF ഇക്വേഷൻ. E = 4.44 FN φm, and this is the EMF equation of a transformer. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മറക്കാതെ എക്സാമിന് പഠിച്ചിട്ട് പോവുക. ഇനി എന്താണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, കറണ്ട് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, എന്തൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.